നിരവധി വിദ്യാർത്ഥികളാണ് +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റീവാലുവേഷന് കൊടുത്തിട്ടുള്ളത്. റീവാലുവേഷൻ്റെ റിസൾട്ട് എപ്പോഴായിരിക്കും പ്രസിദ്ധീകരിക്കുക, അതുപോലെ +2 റിസൾട്ടിനെ കുറിച്ചുള്ള ചില വാർത്തകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്. സംസ്ഥാനത്തെ ഈ വർഷത്തെ +2 പരീക്ഷാഫലം മെയ് 21 ബുധനാഴ്ച പ്രഖ്യാപിക്കും. SSLC ഫലപ്രഖ്യാപനം കഴിഞ്ഞതോടെ +2 ഫലം അറിയാനുള്ള കാത്തിരിപ്പിലാണ് വിദ്യാർത്ഥികൾ. 1,44,707 വിദ്യാർത്ഥികളാണ് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയത്. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലത്തോടൊപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലവും പ്രഖ്യാപിക്കും. +2 ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകളുടെ വിശദാംശങ്ങൾ സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിടുന്നതേ ഉള്ളൂ. കഴിഞ്ഞ തവണ 5 സൈറ്റുകളിൽ ഫലം ലഭിച്ചിരുന്നു. ഇത്തവണയും ഈ സൈറ്റുകളിലെല്ലാം ഫലം ലഭിച്ചേക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റുകൾ കൂടാതെ PRD ലൈവ് മൊബൈൽ ആപ്പിലും ഫലം ലഭ്യമാകും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഈ ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലിങ്കിലൂടെ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അറിയാനുള്ളത് +1 റീവാലുവേഷൻ റിസൾട്ട് എപ്പോൾ പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ്. റീവാലുവേഷന് കൊടുക്കാനുള്ള അവസാന തീയതി മെയ് 12 ആയിരുന്നു. മെയ് 14-നാണ് സ്കൂളിൽ നിന്ന് ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. റീവാലുവേഷൻ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാകും. റീവാലുവേഷൻ കറക്റ്റ് വാല്യുവേഷനാണ്. 2 അധ്യാപകരാണ് റീവാലുവേഷൻ്റെ പേപ്പർ നോക്കുന്നത്. 2 അധ്യാപകർ പേപ്പർ നോക്കിയിട്ട് മാർക്കിൽ വേരിയേഷൻ ഉണ്ടാകുകയാണെങ്കിൽ മൂന്നാമതൊരു അധ്യാപകൻ കൂടി ഈ പേപ്പർ വാല്യൂ ചെയ്യും. റീവാലുവേഷന് 10% മാർക്ക് അധികം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ റീവാലുവേഷന് അടച്ച ഫീസും തിരികെ ലഭിക്കും. റീവാലുവേഷൻ്റെ റിസൾട്ട് +2 റിസൾട്ടിന് മുമ്പ് ഉണ്ടാകില്ല. ഈ മാസം അവസാനത്തോടു കൂടിയായിരിക്കും +1 ഇംപ്രൂവ്മെൻ്റ് റീവാലുവേഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അതായത് നിങ്ങളുടെ +2 റിസൾട്ട് വന്നതിന് ശേഷം അതിൻ്റെ റീവാലുവേഷനും കൂടി കൊടുത്തതിന് ശേഷം ഒക്കെ ആയിരിക്കും നിങ്ങളുടെ +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വരിക. +2 റിസൾട്ടും അതുപോലെ റീവാലുവേഷൻ്റെ റിസൾട്ടും വേറെ വേറെ ആയിട്ടായിരിക്കും ലഭിക്കുക. ഈ 2 സർട്ടിഫിക്കറ്റും പിന്നീട് ഒരുമിച്ച് ചേർക്കാൻ സാധിക്കും. അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.